الفرحة تغني وتقول شوف شوف قلبي يرقص مثل الطير ملهوف يا سلام على الدنيا ويا جمالها അവനുടെ മുണ്ടാണ് നാട്ടിലുണ്ടൊരു മണ്ടത്താന്. ഇനി മേലാലിന്റെ ബഷീറെ എന്റെ വണ്ടി ഈ ബൈ കൂടെ ഞാനെത്ര സ്ഥലം കൊടുത്തിട്ടുണ്ടാക്കിയ ബയ്യെന്നാക്കി വിചാരിച്ച ഇത് കൂടെ കൊണ്ടുപോകരുത്. നമ്മള് ഗൾഫിലായിരുന്നപ്പോ നാട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് ഇന്റെ സ്ഥലം അന്യായമായിട്ട് നിങ്ങൾ കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ റോഡങ്ങോട്ട് ഉണ്ടാക്കിക്കുന്നു വിടൂലേ നമ്മള്. എന്താണ് കാക്ക നിങ്ങളുടെ ഉദ്ദേശം? എന്താ നിങ്ങൾ പറയുന്നത്? ഒരുമാതിരി തോന്നിയാസോ. എന്താ മനസ്സിലാക്കി? ഞങ്ങളൊക്കെ വിട്ടിട്ട് ഈ പാർട്ടി മാറിയോ? എനിക്കറിയൂല. ഈ പാർട്ടി മാറിയ എൻ്റെ കുടുംബത്തിലുള്ളവരോ എൻ്റെ അയൽവാസികളൊക്കെ പാർട്ടി മാറുന്നു. അങ്ങനെ മാറിയാൽ നമ്മളെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കൂലടോ. ഞങ്ങളെ പറ്റിച്ച ഞങ്ങളും പറ്റിക്കും. ഇതാണോ കാര്യം? കാക്ക രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാന്നും ചെയ്യാന്നും വിചാരിക്കണ്ട. ഓൻ ആള് ശരിയല്ല, ചതിയനാണ്. കേക്ക് പാത്തിമ ഓനെ പാർട്ടി മാറി ഇപ്പൊ ഞമ്മളെ തോപ്പിക്കാൻ നടക്കുക ഓൻ. നാളെ നമ്മുടെ പ്രചരണത്തിന്റെ അവസാനത്തെ തീയതിയാണ്. വോട്ട് പിടിക്കണം പ്രചരണത്തിന്റെ. രാവിലെ തന്നെ ഭരണം. എൻ്റെ മോളെ നമുക്ക് ഭരണം കിട്ടിയാൽ സ്ത്രീകൾക്കുള്ള യാത്ര മാത്രമല്ല ബാക്കി എന്തൊക്കെ വിസ്മയ നമ്മൾ ചെയ്യാൻ പോണെന്ന് എനിക്കറിയോ. അപ്പോ ഈ നാളെ വരണം. പിന്നെ വരാതിരിക്കാൻ പറ്റിയോ? നാളെ പുലർച്ചെ തന്നെ വരും, ഉറപ്പ്. നിങ്ങള് പെണ്ണുങ്ങളെ നിങ്ങളെ പാർട്ടിക്ക് എന്നെ വോട്ട് ചെയ്യൂ. കാലാകാലം അടുപ്പിലെ പുകയും കൊണ്ട് മതിയായി. നിങ്ങൾ വന്നാലേ ഞങ്ങൾക്ക് കേരളം മുഴുവൻ സൗജന്യമായി യാത്ര ചെയ്യാലോ. ബാബു ബാബു നിങ്ങൾ എന്താ പൈസ കഴിഞ്ഞ 10-ാം തീയതി നിങ്ങൾ തരാന്ന് പറഞ്ഞതല്ലേ? ഇന്ന് 14-ാം തീയതി. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു മര്യാദക്കാരനാണ്. ഞാനേ ആ പ്രവാസി പെൻഷൻ കിട്ടും വിചാരിച്ചിട്ടാ പറഞ്ഞത്. 3 മാസമായി എനിക്ക് കിട്ടിയിട്ട്. അതുകൊണ്ട് പറ്റിപ്പോയതാ. ഈ ക്ഷമിച്ചു ബാബു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഓടി നടന്നവരല്ലേ നിങ്ങള്. നാളെ രാവിലെ എനിക്ക് പൈസ കിട്ടണം. ഇല്ലെങ്കിൽ പഠിച്ചോനെ വിജയ വിജയ ഇങ്ങോട്ട് നമ്മൾക്ക എന്തു പറ്റി? ആ ക്ഷീണിതനാണല്ലോ. പനി പിടിച്ചോ? കണ്ടിട്ട് തിരിച്ചറിയുന്നില്ലല്ലോ നമുക്ക്. അയ്യോ 44 കൊല്ലം ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയോനാ ഞാൻ. മോശമില്ലാത്ത വരുമാനിക്കുണ്ടതിന് നല്ലൊരു വീട് വെച്ച് എൻ്റെ 3 കുട്ടികളെ ഞാൻ അന്തസ്സായിട്ട് കെട്ടിച്ചയച്ച്. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. പ്രവാസി എന്ന് പറഞ്ഞാൽ കറവറ്റ പശുവിനെ പോലെയാ. കഴിയും പോലെ ഞാൻ ചെറുതും വലുതുമായിട്ട് എല്ലാവരെയും സഹായിച്ചു. എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ വിജയ, എനക്കറിയോ, നോർക്ക വഴി പ്രവാസികൾക്ക് തരുന്ന ആ പെൻഷൻ മാത്രമേനു എൻ്റെ ഒരു ആശ്രയം. എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്നു.
3 മാസമായി പക്ഷെങ്കിൽ ഇപ്പം അത് കിട്ടിയിട്ട്. അത് കിട്ടിയ വലിയ രക്ഷയിനി. അതോടേക്ക് ഒരു കാര്യം ചെയ്യണം. ഒരു 3000 ഉറുപ്പ്യ എനിക്ക് കടം തരണം. 1 മാസം കൊണ്ട് എനിക്ക് ഞാൻ അത് തിരിച്ചു തരും. അയ്യോ മുഹമ്മദ് ഖാൻ, ഇതിപ്പോൾ തൽക്കാലം എന്തെങ്കിലും പൈസ ഒന്നും ഇല്ലല്ലോ. ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ തിരിയാൻ പറ്റുമോ നോക്കട്ടെ. അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബഷീറിനെ കണ്ടാൽ കിട്ടും. ഓൻ ഇപ്പം പഴയമാരില്ല, ഓൻ്റെ പൈസക്കാരനാണ്. എന്നിട്ട് വിചാരിച്ച് അവൻ നല്ല കായുണ്ട് ഇപ്പം എൻ്റെ. നമ്മൾ ഓനെ കണ്ടാൽ നിങ്ങളൊന്ന്. ആരും നമ്മൾ കഴിയോ? വരി വരി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. വരി. കുത്തിക്ക്. ബഷീറേ, എന്നോട് പൊറുക്കണം. എനിക്ക് ആരോഗ്യവും ആവതും ഉള്ളപ്പോഴൊക്കെ നമ്മളെ നാട്ടിലുള്ള നെറുകേട് നടത്തുന്നവരും കാര്യമില്ലാതെ പറയുന്നവരും ഒക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു, എന്തൊക്കെയോ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ അതിന് ഒരു രക്ഷയില്ല. എന്നോട് പൊറുത്തിട്ട് അത്യാവശ്യമായിട്ട് ഒരു 3000 ഉറുപ്പ്യ തരണം. 1 മാസം കൊണ്ട് ഞാൻ ഞങ്ങൾക്ക് തിരിച്ചു തരും. അതൊന്നൊരു പ്രശ്നമല്ല മുഹമ്മദ് ഖാൻ. നിങ്ങൾ ഇരിക്കെ, 1 മിനിറ്റ്, ഞാൻ പോരാ. മുഹമ്മദ് ഖാൻ, ബഷീറേ, ബഷീറേ, എന്നോട് മാപ്പാക്കണം. ഇനി നമ്മൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവില്ല. റോഡിന്റെ വഴിയുടെ പേരിൽ മാത്രമല്ല പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹത്തിന്റെ നൂലിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാവില്ല. നമ്മളോട് മാപ്പാക്കണം. എന്താണ് മുഹമ്മദ് ഖാൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാനുള്ള മാപ്പ്? നിങ്ങൾ ധൈര്യം